സാധുവായ ഒരു മനുഷ്യനെ കുരുതി കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ താരമാകാൻ നോക്കിയതാണ് ഷിംജിത. കോഴിക്കോട് സ്വദേശി ദീപകിനെ പെണ്ണുപിടിയനാക്കാൻ ശ്രമിച്ചു. പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കി. എന്നാൽ നമ്മളൊരു തെറ്റു ചെയ്താൽ കാലം കണക്ക് ചോദിക്കാതെ പോകുമോ? ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിതയ്ക്കെതിരെ ജനരോഷം അണപൊട്ടിയതോടെ പോലീസിന് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. കേസിൽ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ സമീപിച്ചതിന് പിന്നാലെ പ്രതിയുടെ അറസ്റ്റ്. ബന്ധുവീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത യുവതിയെ പോലീസ് രഹസ്യമായി അതിവേഗം കോടതിയിൽ എത്തിച്ചതിൽ ചില സംശയങ്ങളുണ്ട്. പ്രതിക്ക് VIP പരിഗണന നൽകിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബവും രംഗത്തെത്തി. രാവിലെ 10:30 വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതീവ രഹസ്യമായായിരുന്നു അറസ്റ്റ്. സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്ന വിവരം പുറത്തുവന്നു. സംഭവം അറിഞ്ഞ് നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടി. കടുത്ത പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നത്. ആ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടൊരു വലിയ ഏറ്റവും പ്രതിഷേധമായ ഒരു സമീപനമാണ് ആ സ്ത്രീയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മൊബൈൽ നമ്മളെടുത്തുണ്ട്, പല പെണ്ണുകളും നമ്മളെടുത്തും ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒരുപക്ഷെ അറിയാത്തയോ അല്ല അറിഞ്ഞുകൊണ്ടൊക്കെ ആണെങ്കിൽ പോലും ഇത് വല്ലാത്തൊരു വലിയ ഒരു കാര്യമായിപ്പോയി. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ല ആളെ കണ്ടാൽ പോലും അങ്ങനെ ചെയ്യും തോന്നുന്ന ഒരാളല്ല. അച്ഛനമ്മയ്ക്കുണ്ടായ നഷ്ടം ഇനി ആർക്കും നികത്താൻ പറ്റും? റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മില്യൺസ് കൂട്ടാൻ പറ്റും. ഒരാളെ ജീവനാണ് നഷ്ടപ്പെടുത്തിയാക്കുന്നത്. പുരുഷന്മാർക്കും ജീവിക്കേണ്ട ഈ സമൂഹത്തില് ഏറ്റവും പരമാവധി ശിക്ഷ എന്താണ് കൊടുക്കാനുള്ളത് അത് ഉത്തരവാദിത്തപ്പെട്ട അവരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇത് പറ്റത് അമ്മന്റെ മനസ്സും ആ കരച്ചിലും കണ്ടപ്പോൾ ആകെ പതറിപ്പോയിട്ടുണ്ട്. കാരണം എനിക്ക് അഭിമാനം സഹിക്കാൻ പറ്റാനിട്ടല്ലോ ഇത് ചെയ്തത്. ഇന്നൊരു ആൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വരരുത്. അറസ്റ്റിലാവണം. ഇനി നാളെ ഒരു സഹോദരന് ഈ ഗതി വരരുത്. ഇതൊരു റീച്ചിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ച്. എന്തായാലും അവൾക്ക് ഞാനൊരു പെണ്ണാണ്, തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പോലീസ് നടപടിക്കെതിരെ ദീപകിന്റെ കുടുംബവും രംഗത്തെത്തി. ഒരു പോലീസ് ജീപ്പിലല്ലേ ആൾക്കാരെ കൊണ്ടുപോവുക? ഇത് ഒരു കൊലപാതകയാണ്. ഒരു അടിപിടി കേസും ഉള്ളത് പോലീസില്ല. അങ്ങനെയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ അറിയല്ലോ, അതങ്ങനെയാണല്ലോ കാണുന്നത്. വല്ല ഉദ്യോഗസ്ഥന്മാരെ വല്ല മന്ത്രിമാരെ കൊണ്ടുപോകണമാരല്ലേ കൊണ്ടുപോയത്. പിന്നെ എവിടെ പോയത് നമുക്ക് അറിയില്ലല്ലോ. കാണുന്നതാണല്ലോ ഇതിൽ കാണുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നതോടെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാതെ പോലീസ് പ്രതിയെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി കോടതി ഷിംജിതയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ബെയിൽ ആപ്ലിക്കേഷൻ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏതായാലും റിപ്പോർട്ട് വരട്ടെ. ബാക്കി കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസായതുകൊണ്ട് കേസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അതിന്റെ കോൺഫിഡൻസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഷിംജിതയെ പിന്നീട് മഞ്ചേരി ജയിലിലേക്ക് മാറ്റി. ജയിലിനു മുന്നിലും യുവജന സംഘടനകൾ പ്രതിഷേധമുയർത്തി. പ്രതിക്കായി അടുത്ത ദിവസം ജാമ്യാപേക്ഷ നൽകും. പോലീസ് കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.